ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയ ലോട്ടസ് ഫാം പരിചയപ്പെടുത്താം. ഇതൊക്കെ ഞാൻ നിർമ്മിക്കുന്ന സിമൻറ്റ് ടാങ്കുകളാണ്. പല വലിപ്പത്തിലാണ്. ഇതൊരു ചെറിയ ടാങ്കാണ്. ഇത് കുറച്ചുകൂടി വലുതാണ്. ഇതിലും നട്ടുവെച്ചേക്കുന്നത് പിങ്ക് ക്ലൗഡ് എന്ന വെറൈറ്റിയാണ്. പെട്ടെന്ന് പൂ വരുന്ന ഒരു വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ്. ഇതിൻ്റെ വീതി 3 അടി 5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി. നമുക്ക് നോക്കാം. കണ്ടോ, ഇതിന് 3 അടി 5 ഇഞ്ച് വീതിയുണ്ട്. ഇതിൻ്റെ ആഴം, വെള്ളം കിടക്കുന്നതിൻ്റെ ടാങ്കിനുള്ളിലെ ആഴം എന്ന് പറയുന്നത് 1.5 അടി 18 ഇഞ്ചാണ് ആഴം. ഇത് 2 അടി വീതിയാണ് ഉള്ളത്. 1 അടിയോളം അടുത്ത് ആഴമുണ്ട്. ഇത് താമരയുടെ ഒരു ഷേപ്പ്, പെറ്റൽസ് പോലെ ഡിസൈൻ ചെയ്ത ഒരു ചെറിയ ടാങ്കാണ്. എനിക്ക് ഈ ട്യൂബറെല്ലാം തന്നത് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് മിനി ശിവം എന്ന ഒരു മാഡമാണ് തന്നിട്ടുള്ളത്. 5-6 വെറൈറ്റി അടുത്തിടയ്ക്ക് തന്നായിരുന്നു. ഇത് സാധാരണ പ്ലാസ്റ്റിക് ടബിൽ തന്നെ നട്ടുവെച്ചേക്കുന്നതാണ്. ഇത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ലക്ഷ്മി നന്നായി പിടിച്ചിട്ടുണ്ട്. സ്റ്റാൻഡിങ് ലീഫെല്ലാം വന്നു തുടങ്ങി. ഇത് കുറച്ചുകൂടി വലിയ ടാങ്കാണ്. ആദ്യം കാണിച്ചതുപോലെ 3 അടി 5 ഇഞ്ച് വീതിയുണ്ട് ഇതിന്. ഇതിൽ മിറാക്കിൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. 3 അടി 5 ഇഞ്ച് വീതി വരും. ഇതിന് 1.5 അടി ഡെപ്തുണ്ട്, ആഴം. ഇത് കുറച്ചുകൂടി വലിയ ടാങ്കാണ്. 3 അടി 6 ഇഞ്ച് വീതി, 1.5 അടി ആഴം. ഇത് ബുച്ച എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കുറച്ചുകൂടി ചെറിയ ടാങ്കാണ്. ഇത് 2 അടി 1 ഇഞ്ച് വീതിയാണ് ഇതിന് ഉള്ളത്. ആഴം 1.5 അടി തന്നെ ഉണ്ട്. ഇതിൽ പ്ലാന്റ് ചെയ്തേക്കുന്നത് ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ഏകദേശം 3 അടി 1 ഇഞ്ച് 2 ഇഞ്ച് 3 അടി 2 ഇഞ്ചോ വീതിയായിരിക്കണം ഇതിന്. അതെ, 3 അടി 1 ഇഞ്ച് വീതിയുണ്ട്. സിമൻറ്റ് ടാങ്ക് ആണ് കൂടുതൽ നല്ലത്. കാരണം പ്ലാസ്റ്റിക് ടബ് വേനൽക്കാലത്ത് വെള്ളം ഒരുപാട് ചൂടാകാനുള്ള സാധ്യത കൂടുതലാണ്. കുറച്ച് വെള്ളമല്ലേ ഉള്ളൂ, വലിപ്പവും കുറവല്ലേ പ്ലാസ്റ്റിക് ടബിന്. അതുപോലെ ഗപ്പിയും ചാകുന്നുണ്ട്. സിമൻറ്റ് ടാങ്ക് ആകുമ്പോൾ ഒത്തിരി വെള്ളമുണ്ട്. അതിൽ അസോള നിറച്ചിട്ട് കഴിഞ്ഞാൽ എപ്പോഴും നന്നായി കൂളായി കിടക്കും.